ഹാഗാറിന്റെ ജീവിതം പരിശോധിച്ചാൽ എന്താ കാണുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് 21:18 വാക്യത്തിനകത്ത് കുഞ്ഞുമായിട്ട് മരണം കാത്തു കിടക്കുക. ആ മരണം കാത്തു കിടക്കുമ്പോൾ ആ ഊഷര മരുഭൂമിക്കകത്ത് സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി ഒരു നീരുറവ സ്തോത്രം മറച്ചു വെച്ചിരുന്നു. ഇന്നും അതുണ്ടെന്നാ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ഓർത്ത് നോക്കിയേ, വീട്ടിൽ കിട്ടാത്തത്, അബ്രഹാമിന്റെ വീട്ടിൽ കിട്ടാത്തത്, എല്ലാവരും അനുകൂലമായിരിക്കുമ്പോൾ കിട്ടാത്തത്, നിന്റെ മരുഭൂമിക്കകത്ത് ദൈവം തമ്പുരാൻ മറച്ചു വെച്ചിട്ടുണ്ട്. കാനാവിലെ കല്യാണ വീട്ടിൽ എന്താ സംഭവിച്ചത്? സ്തോത്രം, യോഹന്നാൻ 2:10 അവിടെ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്. അവസാനത്തെ ഏറ്റവും വീര്യം കൂടി വീഞ്ഞ് വിരുന്ന് വാഴിക്ക് കൊണ്ടുകൊടുക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചത്, സ്തോത്രം, ഹല്ലേലൂയ, മലയാളത്തിൽ സൂക്ഷിച്ചു വെച്ചെന്ന, ഇത്രയും നാൾ ഇത് നീ എവിടെയാണ് സൂക്ഷിച്ചു വെച്ചതെന്ന മലയാളത്തിൽ. ഇംഗ്ലീഷിലെ ചില വേർഷൻ ഹൈഡ് ചെയ്ത് മറച്ചു വെച്ചത് എവിടാണെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ആർക്കും അറിയാത്ത ചില കാര്യങ്ങൾ ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. നിന്റെ വീട്ടിൽ നിന്ന് മാറാൻ അതൊരു പക്ഷെ അലമാരിക്കകത്തായിരിക്കില്ല, അതൊരു പക്ഷേ ബാങ്ക് ലോക്കറിനകത്തായിരിക്കില്ല, നിങ്ങളുടെ മക്കളുടെ അക്കൗണ്ടിനകത്തായിരിക്കില്ല, നീ വിചാരിക്കാത്ത പച്ചവെള്ളത്തിനകത്ത്, ആരും തിരിഞ്ഞു നോക്കാത്ത കൽപാത്രത്തിനകത്ത് നിന്റെ കുടുംബത്തിലെ വിഷയം പരിഹരിപ്പാൻ സ്വർഗത്തിലെ ദൈവം മറച്ചു വെച്ച ചില സംഭവങ്ങളുണ്ട്. തക്ക സമയമാകുമ്പോൾ, കർത്തൃ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ, സ്വർഗത്തിലെ ദൈവം നിന്റെ വീടിനകത്ത്, നിന്റെ മുറ്റത്ത് നിന്ന്, നിന്റെ പെരക്കകത്ത് നിന്ന് മാറാൻ, പരിഹാസം മാറാൻ, അപമാനം മാറാൻ സ്വർഗം മറച്ചു വെച്ചത് ദൈവം വെളിപ്പെടുത്താതിരിക്കുകയില്ല. ദൈവത്തിന്റെ സ്വഭാവമാണ് കർത്താവ് ചില കാര്യങ്ങൾ മറച്ചു വെക്കും. എന്തിനാ? ഇല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുകയല്ല, ഇല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയല്ല. എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കാതെ ചെല്ലുമ്പോൾ തന്നെത്താനെ കിട്ടിയിരുന്നെങ്കിൽ സ്തോത്രം ഇന്ന് കാണുന്നത് പോലെ നമ്മൾ ആരും നിൽക്കുകയല്ല. എന്തുകൊണ്ടാണ് നമ്മൾ അധികം പ്രാർത്ഥിക്കേണ്ടി വന്നത്? പല കാര്യങ്ങളും മറഞ്ഞിരിക്കുക. എനിക്ക് സൗഖ്യം കിട്ടുമോ, എൻ്റെ കൊച്ചിന് അഡ്മിഷൻ കിട്ടും, ഇതൊക്കെ മറഞ്ഞിരിക്കുക. ആകുലതയാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, ദൈവസന്നിധാനത്തിൽ അധികം പ്രാർത്ഥിച്ചാൽ മറച്ചു വെക്കുന്നൊരു ദൈവമുണ്ട്. രണ്ട് കാര്യം കൂടി വേഗത്തിൽ പറഞ്ഞാൽ നിർത്താം. സ്തോത്രം, ഏലീശയുടെ കാലത്ത് നിന്ന് പ്രവാചക ശിഷ്യന്റെ ഭാര്യ ഏലീശയുടെ അടുക്കൽ ചെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കടഭാരം നിമിത്തം കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി കടക്കാരി വന്നിരിക്കുക. ആ സമയത്ത് അവൾ ചോദിക്കുമ്പോൾ ഏലീശ ചോദിക്കുന്നു, നിന്റെ വീട്ടിൽ എന്തുണ്ട്? ഒരു ഭരണി എണ്ണയുണ്ട്. നിങ്ങൾ ഓർത്ത് നോക്കി, ആരും ഉപയോഗിക്കാതെ മറച്ചു വെച്ച ഭരണിക്കകത്ത് ഒരു കുടുംബത്തിന്റെ കടം വീട്ടാൻ പോരാ, സ്തോത്രം, അവരുടെ ഉപജീവനം കഴിക്കാൻ ഒരു ഭരണിക്കകത്ത് അത്ഭുതം മറച്ചു വെച്ച ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന മഹാദൈവം.